വണ്ടി പുകവണ്ടി വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കാണ് രണ്ടുപേർക്കും കയ്യിൽ വരുന്നത് കായാണ്. അച്ഛന്റെ പാട്ടെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നമ്മൾ എത്തിക്കഴിഞ്ഞു ബോയ്സ്. എങ്ങനെയുണ്ട് ഈ സ്ഥലം? കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ടുണ്ട്. എന്റെ അമ്മച്ചിയെ സൂപ്പർ ആയിരിക്കുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. സത്യ പറഞ്ഞത്. അല്ല, നീ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? അതായത് നമ്മൾ സിറ്റിയിൽ നിന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോ എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവം ഇത്. ഓക്കെ, ശരിയായിരിക്കാം. പക്ഷെ ഒന്നും കാണാതെ എങ്ങനെ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്? ആ വരൂ വരൂ, കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? നമ്മുടെ ക്രഞ്ചെങ്കിൽ വന്നല്ലോ. വാ, അങ്ങോട്ട് പോവാ, നമ്മളെയും കെട്ടിപ്പിടിക്കും. ഹലോ. കുഴപ്പമില്ലല്ലോ, എന്നെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. ശരി, ഈ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? വളരെ ഇഷ്ടപ്പെട്ടു അല്ലേ? പക്ഷെ പട്ടണത്തിലെ ജീവിതം മിസ്സായിന്ന് മാത്രം പറഞ്ഞേക്കരുത്. ഈ സ്ഥലത്ത് ഒരുപാട് അധ്വാനിക്കേണ്ടി വരുമല്ലേ? അതെ, അതുകൊണ്ടാണ് എനിക്ക് സഹായത്തിന് ആരെങ്കിലും വേണോന്ന് പറയുന്നത്. ഈ അവധിക്കാലത്ത് നിങ്ങൾ എന്നെ സഹായിക്കുമല്ലോ അല്ലേ? നോ പ്രോബ്ലം. എങ്കിൽ വരൂ ഫോർമേഴ്സ്, എന്റെ ഔട്ട് ഹൗസിൽ പോയിട്ട് എന്റെ പുതിയ ട്രാക്ടർ ഓടിച്ചു നോക്കാം. എന്താ? ഓ, എന്നെ ഒന്ന് സിറ്റിയിലേക്ക് അയച്ചെങ്കിൽ നന്നായിരുന്നേനെ. ഇവിടെ എവിടെ നോക്കിയാലും കാടാണല്ലോ. സിറ്റി എത്രയോ ഭേദം. സംസാരിക്കുമ്പോ വയറെന്തോ പോലെ ആകുന്നു. നിന്റെ വയറിളക്കം ഇതുവരെ കുറഞ്ഞില്ലേടേ? നീ എപ്പോഴാടാ ഈ നാട്ടിലെത്തിയത്? എനിക്ക് സ്ഥലം ഒരു പ്രശ്നമല്ല. അവൻ തുടങ്ങി. ഇനി വായടയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. നമ്മുടെ സസ്യമേശ്വരിയില്ലേ, അങ്ങേര് പറഞ്ഞ് നിങ്ങൾ ടൂറ് പോവേണമെന്ന്. നിന്നെ പിരിയാൻ പറ്റില്ലേ, അതുകൊണ്ടല്ലേ ഞാനിഞ്ഞു പോകുന്നത്. വാ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. ഇവിടെ എന്തോന്ന് കാണാൻ മാർട്ടിൻ? മുഴുവൻ കാടല്ലേ ഇവിടെ. എന്തോന്നിരിക്കണെന്ന് കണ്ടില്ലേ? 3 പാട്ടേണ് ഇരിക്കണത്. അതിൽ കഴിക്കാൻ വല്ലതും കാണൂടെ? അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്ത് എവിടെ കിടക്കാൻ? വര സിറ്റിയിലുള്ളവരെല്ലാം ഇവിടെ ഒന്ന് താമസിക്കാൻ തുടങ്ങി. സിറ്റിയിലുള്ളവർ ഇവിടെ എന്തിനാ വരുന്നത്? ഗ്രാമത്തിലുള്ളവര് ടൗണിൽ ചെന്ന് ബിസിനസ് ചെയ്യുന്നു, ടൗണിലുള്ളവർ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നു. കാലം പോണ ഒരു പോക്കേ. ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? ഒരു തെറ്റുമില്ല. എന്റെ പേര് ബ്രിട്ടാസ്. ഞാനൊരു സാധാരണക്കാരനല്ല. ഈ ലോകത്തെ കിടുകിട വിറപ്പിച്ചവനാണ്. ടൗണിൽ ഞാനൊരു പേടി സ്വപ്നമാണ്. എന്നെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളെപ്പോലെ ഒരുപാട് പക്ഷികളെ ഞാൻ കൊന്നിട്ടുണ്ട്. എന്റെ മുന്നിൽ നിവർന്നു നിൽക്കാൻ പോലും നിങ്ങൾക്കാർക്കും യോഗ്യതയില്ല. അങ്ങനെയാണല്ലേ? അപ്പൊ താങ്കൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവിടുന്ന് പറഞ്ഞു വിട്ടോ? ശബ്ദിച്ചു പോകരുത്. ഞാൻ ടൗണിൽ നിന്നും ഇങ്ങോട്ട് വന്നത് തന്നെ വളരെ സമാധാനമായിട്ട്. സ്റ്റുവേർട്ട് ലിറ്റിൽ, ഈ കുഞ്ഞലടി കാരണം എന്റെ ജീവിതം പോലും താറുമാറായി. എന്റെ എല്ലാ പദ്ധതികളും നശിപ്പിച്ചത് ഇവൻ ഒറ്റ ഒരുത്തനാണ്. അതുകൊണ്ട് പ്രതികാരം ചെയ്യാൻ പോവുകയാണ് ഞാൻ. ഈ ട്രാക്ടർ കാണാൻ എന്ത് ഭംഗിയായിരിക്കുന്നു. സ്റ്റുവാർഡ്, ഇങ്ങോട്ട് വാ. ഈ ട്രാക്ടറിന്റെ അകമൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരിക്കുന്നു. അതെയോ? ദാ വരുന്നു. മിസ്സായല്ലോ. ഇപ്പൊ നീ രക്ഷപ്പെട്ടു. എന്നായാലും നീ എന്റെ കയ്യിൽ തന്നെ വന്ന് വീഴും. അയ്യോ, എന്റെ അമ്മച്ചി. എന്തോന്നാടാ നീ നോക്കണത്? ഇത് സിറ്റിയിലിരിക്കണ കുപ്പത്തൊട്ടിയൊന്നുമല്ല, എല്ലാം ഫ്രഷ് സാധനങ്ങളാടേ. കഴിച്ചു നോക്ക്. നീ കഴിക്കടിയാ. ഒരു 9 ദിവസത്തെ പഴക്കമേ കാണൂ. വയറിളക്കൊന്നും വരൂലടേ. ഇതെല്ലാം ഞാൻ കഴിക്കാറില്ലെന്ന് നിനക്കറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ കഴിച്ചോളാം. എടാ മണ്ടൻ കഴുക, നിന്നെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലേ? തൊട്ടിന്ന് ഭക്ഷണം കഴിക്കുമ്പോ നീ എന്നെ പിടിക്കാൻ നോക്കിയില്ലേ? അപ്പൊ തന്നെ ഇപ്പൊ മനസ്സിലായോ? അന്നും വിശപ്പ് കുറച്ച് കൂടുതലായിരുന്നു. ഇന്നാണെങ്കിൽ ഞാൻ ഡയറ്റിലുമാണ്. അയ്യോ, രക്ഷിക്കണേ. എവിടെയൊക്കെ ഓടിപ്പോയാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്യുമെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ എനിക്ക് ആദ്യം പ്രതികാരം ചെയ്യാനുള്ളത് ആ സ്റ്റുവേർട്ട് ലിറ്റിലിനോടാണ്. അവനെ രക്ഷിക്കാൻ നോക്കിയാൽ നിന്നെ കൊന്ന് കൊല വിളിക്കും. എങ്ങനെയോ രക്ഷപ്പെട്ടു. വീട്ടിൽ പോയി പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കാം. ഇവിടെ ജീവിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. ഗ്രാമത്തിലെ ജീവിതം എപ്പോഴും സിമ്പിൾ ആയിരിക്കും. അതുപോലെ ഈ ട്രാക്ടർ ഓടിക്കുന്ന കാര്യമൊന്നും സിറ്റി നടക്കത്തേ ഇല്ല. എക്സ്ക്യൂസ് മീ ബ്രദർ, നിങ്ങൾക്കുള്ള സാധനം 2 മണിക്കേ കിട്ടൂ. ഓ, നാടിനെ പറ്റി അഭിമാനത്തോടെ പറഞ്ഞ് നാക്കെടുത്ത് വായിട്ടില്ല. തിരിച്ച് നിങ്ങൾക്ക് എന്നെ ഫാമിൽ കൊണ്ട് വിടാൻ പറ്റുമോ? എന്റെ ട്രാക്ടർ ശരിയാക്കാൻ കുറച്ച് സമയം കൂടി എടുക്കുമെന്ന്. നീ എന്തിനാ എന്നെ വന്നിങ്ങനെ പേടിപ്പിക്കുന്നത്? എന്ത് പറ്റി സ്നോബൽ? നീ ഏതാണ്ട് പ്രേതത്തെ കണ്ട് പേടിച്ച പോലുണ്ടല്ലോ. ഇല്ല, ഞാൻ ഒന്നും കണ്ടില്ല. സത്യം പറയുന്നത് സത്യം സത്യം. ഞങ്ങളെ രണ്ടുപേരെ. മാർട്ടിൻ, നീ എപ്പോഴാ ഇവിടെ വന്നത്? ഞാൻ നിങ്ങളെവിടെയാ വന്നത്? നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു സ്റ്റുവേർട്ട്. ബൈ ജോർജ്, ബൈ സ്റ്റുവാർഡ്. ഈ അവധിക്കാലം നിങ്ങൾക്ക് വളരെ രസകരമായിരിക്കും. വെറുതെ ചുറ്റിക്കറങ്ങരുത്. ബൈ ബൈ. സ്റ്റുവേർട്ടിനെ ഇവിടെ വിട്ടിട്ട് പോകുന്ന കാര്യത്തിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നമുക്ക് തിരിച്ചു പോണോ മാർട്ടിൻ? നമ്മൾ പോയാൽ അവൻ ഇവിടെ തനിച്ചാവില്ലേ മാർട്ടിൻ? അവൻ ഇവിടെ വിട്ടിട്ട് പോയാൽ ശരിയാവില്ല.
എന്തൊക്കെയായാലും അവൻ എന്റെ അനിയനല്ലേ. അവിടെ ചെന്നാൽ എനിക്ക് ഒരു മനസ്സമാധാനവും കിട്ടില്ല. ഓവർ സെന്റിമെന്റ്സ് കാണിച്ച നിന്നെ ആ കഴുകൻ വന്ന് തൂക്കിക്കൊണ്ട് പോവും. മര്യാദയ്ക്ക് ഇവിടെ എങ്ങനെ നിന്നാ നല്ല ആഹാരമെങ്കിലും കിട്ടും. അത് ശരിയാ, നല്ല ആഹാരം കിട്ടുന്നുള്ളത് സത്യമാണ്. അത് മാത്രമല്ല നല്ല ഫേസുകളും കിട്ടും. വാ പോവാ. എന്നെ വിശ്വസിച്ചാ വരുന്നത്. സ്നോബൽ എങ്ങോട്ടാ പോകുന്നത്? അല്ല, ആ പൂച്ച ഏതാ? ചിലപ്പോ അവന്റെ ഫ്രണ്ട് ആയിരിക്കും. നമ്മുടെ കൂടെ ധാരാളം ഫ്രണ്ട്സ് വന്ന് ചേർന്നിരിക്കുകയാണല്ലോ. സാരമില്ല, എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ നോക്കിക്കോളാം. നമുക്ക് വീണ്ടും കാണാം. ബൈ. ബൈ അമ്മേ. ഓക്കെ കുഞ്ഞുങ്ങളെ, നമുക്ക് നമ്മുടെ ജോലി ആരംഭിക്കാം. നിങ്ങൾ ആർക്കാ ഈ ഡ്രസ്സ് ചേരുന്നതെന്ന് നോക്കി പറഞ്ഞേ. ഇതാ ഫ്രഷ് മിൽക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ഡായ്, കൈ കഴുകിയിട്ട് അതിൽ പിടിക്കാവേ, ഇല്ലെങ്കിൽ എനിക്ക് ഇൻഫെക്ഷൻ വരും. ക്ഷമിക്കണം മാഡം, സോറി. അത് ശരി, ഈ നാടൻ ഭാഷ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? എടേ, എന്റെ സ്വന്തം സ്ഥലം വെഞ്ഞാറമൂടാടേ. ഓ, അത് തന്നെയാ ഈ ഭാഷ പറയുന്നത്. ഈ ചാണകത്തിനകത്ത് കാല് വെച്ച പോലെ ഉണ്ട് എനിക്ക്. ഓക്കെ, പന്നികൾ എല്ലാരും വന്ന് ആഹാരം കഴിച്ചേ. ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ ആയിപ്പോയല്ലോ ഞാൻ. ഗ്രാമത്തിലെ ജീവിതം എന്തൊരു സമാധാനമാ. പക്ഷികളുടെ ശബ്ദം, നല്ല തണുത്ത കാറ്റ്, പറയാതിരിക്കാൻ വയ്യ. അമ്മോ, എന്താ ഇത്? ഹേയ് ലേഡീസ്, നിങ്ങൾക്കുള്ള ലഞ്ച്. ഓ, ഇത് തന്നെ ഇവിടെ എന്നും തരുന്നത്. വേറെ നല്ല ഒന്നും തരാനില്ലേ? ഇത് കഴിച്ച് എന്റെ ശരീരമൊക്കെ അങ്ങ് പോയി. ബ്രെഡും ജാമും ഒക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഒരു പൊടിക്ക് അടങ്ങടി. അയ്യോ, ആഹാ, എന്നെ പോലെ നീ സുന്ദരനായിരിക്കുന്നു മോനെ. ഒന്ന് ചെറുതായിട്ട് വേദനിക്കും, സഹിച്ചോണേ കുട്ടാ. അയ്യോ, എന്റെ കൈ വേദനിക്കുന്നേ. അയ്യോ, അയ്യോ. ഹേ, ഇതെന്താ? എക്സ്ക്യൂസ് മീ, ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ എടുത്തിരില്ലായിരുന്നോ? ഓ, മണി 2 ഇപ്പൊ നമുക്ക് ടൗണിൽ പോയി ട്രാക്ടർ എടുത്തോണ്ട് വന്നാലോ? കമോൺ. ഇതാ എത്തിയ ഞാൻ വരുന്നു അങ്കിൾ. എന്ത്? അവൻ ടൗണിൽ പോകാൻ പോകുന്നു? അവിടെ അവൻ പോവാൻ പാടില്ലല്ലോ. അവിടെയല്ലേ മറ്റേ നിനക്ക് പറഞ്ഞ മനസ്സിലാവൂലേ? സ്റ്റുവർട്ട്, നീ അവിടേക്ക് പോകണ്ട. എന്നെ ഇവിടെ തനിച്ച് വിട്ടിട്ട് പോകാതെ. എനിക്ക് ആ പന്നിക്കുട്ടികളെ കാണുമ്പം വല്ലാത്തൊരു പേടിയാണ്. മാത്രമല്ല എന്റെ ആഹാരം. അതിന് നിനക്ക് കൂടെ ആളുണ്ടല്ലോ, നിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് മാർട്ടിൻ. അവന് കോഴികളെ കണ്ട പേടിയാ, സത്യമാണ്. ക്ഷീണിച്ചോ? വിഷമിക്കാതെ, കുറച്ചു ദൂരം നടന്നാൽ എല്ലാം ശരിയായിക്കോളും. നല്ല എനർജിയും കിട്ടും. അങ്കിൾ, ഞാൻ ഇവിടെ നിന്ന് ഇവരെ സഹായിക്കുന്നതിൽ വിരോധം വല്ലതും ഉണ്ടോ? ഞാനും സ്റ്റുവർട്ടിന്റെ കൂടെ ഇവിടെ തന്നെ നിന്നോളാം അങ്കിൾ. കൊള്ളാമല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ഉത്തരവാദിത്വ ബോധമുണ്ട്. ഞാൻ പോയി ട്രാക്ടർ എടുത്തോണ്ട് വരാം. ഈ ഫാം മുതലാളിയായിരിക്കുന്ന അല്പം കഷ്ടപ്പാടുള്ളതാണെങ്കിലും നല്ല രസമുള്ള ഒരു കാര്യം കൂടിയാണ്, അല്ലേ ജോർജ്? ജോർജ്, ജോർജിനെ നോക്ക്. ജോർജിന് ഒരു പേടിയില്ല. നമ്മളിപ്പോ താമസിക്കുന്ന ഗ്രാമത്തിലാണ്, അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അത് ശരിയാ, പക്ഷെ കഴുകന്റെ കണ്ണിപ്പെടാതിരുന്നാ മതിയായിരുന്നു. എന്തോന്ന് കഴുകലോ? നിങ്ങൾ കഴുകലെ കണ്ടായിരുന്നോ? കണ്ടു. അവൻ ഇവിടെ തന്നെ ഉണ്ട്, കറങ്ങി നടക്കുകയാണ് ഇവിടെ. നിന്നെ അന്വേഷിക്കുന്നുണ്ട്. കണ്ട പേടിയാകും. എന്താ മക്കളെ, സുഖം തന്നെയല്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. 3 ദ്രോഹികളെയും ഒരേ സമയത്ത് തകർക്കാൻ പോവുകയാണ്. ജോർജ്, എവിടെ പോകുന്നടാ ചുണ്ടലി? അവൻ ഉറങ്ങുകയാണ് സ്റ്റുവർട്ട്. ഇപ്പോൾ നിനക്കും എനിക്കും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരം. സ്റ്റുവർട്ട്, എനിക്ക് വയറ് വല്ലാതെ വേദനിക്കുന്നു. ഞാൻ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ഇന്ന് രാത്രിയിലെ ഭക്ഷണം ഈ താടിയം പൂച്ചയെ തന്നെ. അതിനകം മെനുവും തയ്യാറാക്കി. ജോർജ്, ജോർജ്, അങ്ങോട്ട് നോക്കി മുകളിലൊരു പെൺകാക്ക. പെൺകാക്ക എവിടെ? പെണ്ണെന്ന് പറഞ്ഞേ ഉള്ളൂ. ഓടിക്കോ. കഴിഞ്ഞു. എവിടെയാടാ പെൺകാക്ക? കാണാൻ പോലും ഇല്ലല്ലോ. അവന്റെയൊക്കെ വാക്ക് കേൾക്കാൻ പോയി നിങ്ങൾ വേണം പറയാൻ. വാ പോവാം.
അയ്യോ പെട്ടെന്ന് വാ, അവര് നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയി ഒളിക്കാം. അയ്യോ, അങ്ങോട്ട് നോക്ക്, അവിടെ മുഴുവൻ ചോളാണ്. നിനക്ക് കഴിക്കാൻ പാടില്ലല്ലേ വയറിളവും. സത്യം. എല്ലാത്തിലും ഒരു വിശ്വാസം വേണം. അയ്യോ. ജോർജ്, ജോർജ്, അയ്യോ, ജോർജ്, ഒന്ന് എണീക്ക്. ആരെന്നെ ഉറക്കത്തിൽ ശല്യം ചെയ്യുന്ന? നീ ആരെയൊക്കെ വിളിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്ന് നിന്നെ ഞാൻ ഇവനിത് എന്തിന്റെ പുറപ്പാടാ? മാർട്ടിൻ, എടാ പൂച്ചേ, നീ കാണാൻ സുന്ദരൻ തന്നെടാ. എന്നെ ഇങ്ങനെ പോഴ്ത്തല്ലേ. എനിക്ക് പോഴ്ത്തുന്ന ഇഷ്ടമല്ല. എനിക്ക് നാണം വരും. ഇവ ഇങ്ങനെ ഒരുത്തനായി പോയല്ലോ. എടാ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങാതെ ഇവിടെ വന്ന് ജോലി നോക്കിനടാ. ഇപ്പൊ ഒരു സ്നാക്ക് ബ്രേക്ക് ആണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആരംഭിക്കാം. പിന്നെ അത് മനസ്സിലിരിക്കട്ടെ. വേറെ ആളെ നോക്ക്. അയ്യോ അയ്യോ. അവന്മാർ കൂടെ വരുന്നതാ. നോബൽ, മാർട്ടിൻ, നിങ്ങൾ അതിലേക്ക് ചാട്. ദാ അതിലേക്ക് ചാട്. പെട്ടെന്നാവട്ടെ, പെട്ടെന്ന്. അയ്യോ, നമ്മളെ പിടിക്കാൻ ആളെത്തിയടാ. വഴിന്ന് മാറിക്കടാ. ഒരു സാധാരണ നോക്കൂത്തി കണ്ട് എന്തിനാണ് നീയൊക്കെ പേടിക്കുന്നത്? കഷ്ടം തന്നെ. നോക്കുകുത്തിയാണെന്നത് ആരറിഞ്ഞു? എല്ലാരും പോയില്ലടാ. എനിക്ക് നിന്നെയൊന്നും ആവശ്യമില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എവിടെ പോയെന്നറിയില്ലല്ലോ. ഈ കഴുകനെ പറ്റി നിങ്ങൾ എന്താ എന്നോട് മുമ്പേ പറയാതിരുന്നത്? നീ അറിഞ്ഞാൽ പേടിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അളിയന് കഴുകനെ കണ്ട പേടി, അതാ പറയാത്തത്. ഓ, നീ ഒരു ധൈര്യശാലി. സോറി സ്റ്റുവർട്ട്. ഹേയ്, സാരമില്ല. ഇതൊന്നും ഒരു പ്രശ്നമേ ആക്കണ്ട. നമുക്ക് പെട്ടെന്ന് പോയി ജോർജിനെ വിളിച്ചുണർത്താം. ഇതൊന്നും അവൻ അറിഞ്ഞിട്ടേ ഇല്ല. സ്റ്റുവർട്ട്, അവൻ എവിടെയെങ്കിലും കറങ്ങി നടക്കായിരിക്കും. ജോർജ് അതാ കിടക്കുന്നല്ലേ. വാ ഇതല്ലേ, അങ്ങോട്ട് നോക്ക്. നമ്മളെ കൈ കിട്ടിയ അവൻ കൊത്തി തിന്നുമല്ലേ സ്റ്റുവർട്ട്? അത് ശരി. അങ്കിൾ ക്രഞ്ച് എപ്പോഴാ വരുന്നെന്ന് അറിയില്ലല്ലോ. ഓ, അങ്കിൾ ഇനി വന്നാ മതിയായിരുന്നു. ഇതുപോലെ നല്ലൊരു ട്രാക്ടർ ഞാൻ ലോകത്ത് കണ്ടിട്ടേ ഇല്ല. സ്ലോയിലാണെങ്കിലും നന്നായിട്ട് ഓടുന്നുണ്ട്. ഇതുകൊണ്ട് ബിസിനസ് ചെയ്താൽ എല്ലാം സൂപ്പർ ആയിരിക്കും. എന്തു പറ്റി? ഇത് വല്ലാത്ത തൊല്ലയായല്ലോ. ഓ, പഞ്ചറാവാൻ കണ്ടൊരു സമയം. ഇനിയിപ്പൊ എന്തോ ചെയ്യും? ഇതിനി എങ്ങനെ ശരിയാക്കിയെടുക്കാം? ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാ പറ്റൂ? അങ്കിൾ എന്തായാലും പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. നീ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ സ്റ്റുവർട്ട്. ആ കഴുകൻ നമ്മൾ അന്വേഷിച്ച് ഉറങ്ങിപ്പോയിരിക്കോ? അങ്ങനെ സംഭവിക്കോ? ഇല്ല, എന്റെ ലക്ഷ്യം പൂർത്തിയാക്കാതെ ഞാൻ ഉറങ്ങാറില്ല. കഴിഞ്ഞു. സ്നോബൽ, അങ്ങോട്ട് പോകരുത്. അവിടെ മുഴുവൻ മഹാവൃത്തിയാണ്. ഓ, ഞാൻ എത്ര സുന്ദരനായിരുന്നു. ഇപ്പൊ നോക്ക് എന്നെ കാണാൻ എങ്ങനെയാ. ഓ, ഇവിടെ നിൽക്കുകയാണല്ലേ. ഓടിക്കോ സ്നോബൽ, പെട്ടെന്ന് പെട്ടെന്ന് ഓടിക്കോ. നല്ല കളിയാ. ഇങ്ങനെയുള്ള പിള്ളേരുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയത്തേ ഇല്ല. അല്ലേ സൂസി മോളെ? അയ്യോ, ക്രഞ്ചങ്കിൾ, ഒന്ന് പെട്ടെന്ന് വാങ്കിൾ. പെട്ടെന്ന് ഇത് ശരിയാക്കണം. പിള്ളേരെല്ലാം വിശന്നൊരു പരുവമായി കാണും. രക്ഷപ്പെട്ടു. ഓ, ആഹാ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ശുദ്ധമായ കാറ്റും ശ്വസിച്ചുകൊണ്ട് നമ്മളെ രക്ഷപ്പെട്ടു. എന്തായാലും അവൻ ഇതിനകത്ത് കയറത്തില്ല. ഒരു ചെറിയ തിരുത്ത്. നിങ്ങൾക്കിനി പുറത്തു പോകാൻ പറ്റില്ല. ഇനി നീ എങ്ങോട്ട് പോകുമെന്ന് കാണട്ടെ. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ക്രഞ്ചങ്കിൾ എവിടെ പോയി കിടക്കുക? ആഹാ, അയ്യോ, എന്തൊക്കെ പ്രശ്നം വന്നാലും എനിക്ക് സമാധാനമായിട്ട് ഇത് ഓടിച്ചു പോകാൻ അറിയാം. അയ്യോ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് ബ്രേക്ക് ഇല്ലല്ലോ.
കഴിഞ്ഞ ആഴ്ചയാണല്ലോ ബ്രേക്ക് ശരിയാക്കിയത്. അതിനിടയ്ക്ക് അയ്യോ അയ്യോ ഓടാ, അയ്യോ അയ്യോ എന്തൊക്കെ അടവിറക്കിയാലും നിന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. അയ്യോ അയ്യോ എന്റെ അമ്മേ. അയ്യോ രക്ഷപ്പെട്ടു. പെണ്ണുങ്ങൾ താമസിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കാനാണല്ലേ? സോറി, ഞാൻ ഇപ്പൊ പോയേക്കാം. അറിയാതെ വന്നു പോയതാ. സോറി. മര്യാദയ്ക്ക് താഴെ ഇറങ്ങണം. നിക്കടാ അവിടെ. അയ്യോ മര്യാദയ്ക്ക് പുറത്തു വാടാ സ്റ്റുവേർട്ട്. പറയില്ലടാ. നിനക്ക് പറ്റുമെങ്കിൽ എന്നെ പിടിക്കും. ദുർഗാഷ്ടമി, നിന്നെ കൊന്ന് നിന്റെ രക്തം കുടിക്കാതെ ഞാൻ അടങ്ങില്ല. വാ ഇവിടെ. ശരി, ഇപ്പൊ ഇതിനകത്ത് ആരുണ്ടെന്ന് കണ്ടുപിടിക്കാം. ഞങ്ങൾ ആരും ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. വടി കൊടുത്ത് അടി വാങ്ങിച്ചു. വെളിയിറങ്ങി വാടാ. അയ്യോ, ഈ സമയത്ത് ആരെങ്കിലും ഒന്നകത്ത് കയറി നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പക്ഷെ ഈ സമയത്ത് ആരും ഇവിടെ വരാനാ? എന്താടാ തൂച്ചു നോക്കുന്നത്? പൂച്ചകൾക്ക് പക്ഷികളെ ഇഷ്ടമേ അല്ല. ഈ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവന് പൂച്ച ഇറച്ചി ഭയങ്കര ഇഷ്ടമാണെന്നാണ്. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ കഴിവൂ. ഹേ ബുദ്ധിയില്ലാത്ത കഴുക, നിനക്ക് ഈ ജന്മം എന്നെ പിടിക്കാൻ പറ്റില്ല. നിനക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ധൈര്യമാണോ നിനക്ക്? എങ്കിൽ നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ നിന്റെ അവസാനം. കൊഞ്ഞണം കാണിക്കുന്ന നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. ടാറ്റാ. ഇനിയെങ്കിലും ഞങ്ങളുടെ പിറകെ നടക്കാതെ അവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ? ഒന്ന് അടങ്ങ് സ്നോബൽ. ചുമ്മാ എനിക്ക് സ്റ്റുവേർട്ട്, അവനെ വെറുതെ വിടാൻ പാടില്ല. ഓ താങ്ക് യു. ഞങ്ങളെ സഹായിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഓ, ഞാൻ എന്തൊരു സഹായം ചെയ്തെന്ന് നിങ്ങൾ പറയണത്? എന്റെ വാലിന്റെ ഇടയിൽ അവരെ ഒളിപ്പിച്ച് അത്ര തന്നെ ഞാൻ ചെയ്തത്. എന്തായാലും സഹായം തന്നെ. അത് ശരിയാ. ഓക്കെ, ഇപ്പൊ നമ്മള് വളരെ സേഫ് ആണല്ലേ സ്നോബൽ? ഇപ്പൊ സിക്കറായേനെ. കഴിയണേ. അയ്യോ, അങ്കിൾ ട്രാക്ടറിന് എന്ത് പറ്റി? ഇത് പുതിയതാണ്, നല്ലതാണെന്ന് പറഞ്ഞിട്ട്. ഇതാണോ പുതിയ ട്രാക്ടർ? ഇത് സൂപ്പർ ആക്രിയാ. മൊബൈൽ ആക്രിക്കടയിൽ നിന്ന് വേണമെങ്കിലും പറയാം. എന്റെ തല വെട്ടിപ്പൊളക്കുന്ന വേദനയായി. കുറച്ച് തൈലം വല്ലതും കൊണ്ടുവാ. ശരി, വരൂ കുഞ്ഞുങ്ങളെ, നമുക്ക് ടൗണിൽ പോയി ഒരു ഹോട്ടലിൽ ഒരു റൂം എടുത്ത് എന്റെ ശോക കഥ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരയാം. ഇപ്പൊ ആ കഴുകന്റെ അവസ്ഥ എന്തായിരിക്കും? അവന്റെ കാര്യം പോവാൻ പറ. നിനക്കൊരിക്കലും രക്ഷപ്പെടാനാകില്ല. നിന്നെ മണ്ടത്തരം കാണിച്ചോ ഞാൻ? ഇത് പുതിയ വല്ല ടൈപ്പ് പൂവനുമാണോ? യവനാ പൂ, ഏവ ഒരു കോമാളിയെ പോലെ ഇരിക്കണ്.